എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് ഒരു പഴം പ്രഥമൻ തയ്യാറാക്കാം. ഇത് നമ്മൾ സാഗോ ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് 1/2 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഒരു 3 തവണയെങ്കിലും ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. അരമണിക്കൂറോളം ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി ഈ സാഗോ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് കൂടുതൽ വെള്ളം തന്നെ എടുക്കണം. കാരണം ഇത് പെട്ടെന്ന് അടിയിൽ പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിതിലേക്കൊരു 3 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല ഗ്ലാസ് പോലെ ഇരിക്കും. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 2-3 ഗ്ലാസ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാനിവിടെ 1/2 കിലോഗ്രാം നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴം നല്ല പോലെ പഴുത്തിട്ടുള്ള തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പഴം നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ല പഴുത്തിട്ടുള്ള പഴമായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇതിൻ്റെ നടുവിലെ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് കളയണം. ഇനി ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാതെ കുറച്ച് തരികളൊക്കെ കിടക്കുന്ന രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നല്ല പേസ്റ്റ് പോലെ തന്നെ അരയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു പത ശർക്കരയിൽ അഴുക്കാണ്. നമുക്കിത് എടുത്ത് കളയാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. പഴം പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഉരുളി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ശർക്കരയിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടൊന്ന് വറ്റി വരണം. ഇതുപോലെ ഒരു പകുതി ഭാഗത്തോളം വറ്റി വന്നു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർക്കാം. ഇതിപ്പോൾ ആയിട്ടില്ല, കുറച്ചുകൂടി ആവാനുണ്ട്. ഇപ്പോൾ നെയ്യും പഴവും ശർക്കരയൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിൽ മതി. ഈ ഒരു പായസത്തിലേക്ക് 1 നാളികേരത്തിൻ്റെ പാലാണ് ഉപയോഗിക്കുന്നത്. വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്തിട്ടുള്ള 3/4 കപ്പ് പാൽ ആദ്യം തന്നെ എടുത്തു വെക്കണം. പിന്നെ വെള്ളം കൂടി ചേർത്തിട്ട് 4.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സാക്കി കൊടുക്കാം. നാലര കപ്പ് പാലാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പാല് ചേർത്തതിന് ശേഷം ഒരു 6 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു പാകത്തിലാവുമ്പോൾ നമ്മൾ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൂടുതൽ നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കേ വേണ്ടുള്ളൂ. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വെള്ളം ചേർക്കാതെ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള 3/4 കപ്പ് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചെടുത്തത്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർക്കാം. ഈ പൊടികളൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും
1 ടേബിൾ സ്പൂൺ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ട് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നാളികേരക്കൊത്ത് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടി ചേർക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്